ഡിയേഴ്സ്, തിങ്കിങ് തിങ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബുള്ളിയൻ റോസ് ഉപയോഗിച്ചൊരു നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ബ്ലാക്ക് ക്ലോത്തിലാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ വരച്ച ഡിസൈൻ. ബുള്ളിയൻ റോസ് തുന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് മാറി വീണ്ടും കുത്തി നൂലിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് എടുക്കും. എന്നിട്ട് സൂചി മുഴുവൻ വലിക്കരുത്, പകുതിയിൽ നിർത്തി നൂല് 6 പ്രാവശ്യം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചുറ്റി കൊടുക്കുക. ഈ ചുറ്റുകളെല്ലാം കൂടെ താഴേക്കൊന്ന് അടുപ്പിച്ച് പിടിക്കുക. എന്നിട്ട് നീഡിൽ ചെറുതായിട്ടൊന്ന് തിരിച്ച് ലൂസാക്കുക. എന്നിട്ട് വലിച്ചെടുക്കുക. കെട്ടൊന്നും കൂടാണ്ട് നൂല് വലിച്ചെടുത്തിട്ട് ആ എതളിൻ്റെ ചുവട്ടിൽ തന്നെ നീഡിൽ കുത്തി താഴേക്ക് ഇറക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ എതൾ കംപ്ലീറ്റായി. ഇനി അടുത്ത എതളാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിൽ കുത്തുക. മറ്റേ എതൾ പോലെ തന്നെ കുറച്ച് താഴേന്ന് നീഡിൽ കുത്തി നൂലിൻ്റെ സൈഡിലൂടെ എടുത്ത് നീഡിൽ പകുതി വെച്ച് 6 പ്രാവശ്യം നൂല് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നീഡിൽ ലൂസാക്കി വലിക്കുക. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ കുത്തുക. അങ്ങനെ 2 എതളും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ എതളാക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്ത എതളിൻ്റെ സൈഡിലൂടെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. വീഡിയോയിൽ നല്ല ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്നിട്ട് രണ്ടാമത്തെ എതളിൻ്റെ നടുക്ക് കൂടി കുത്തി ആ നൂലിൻ്റെ സൈഡിലേക്ക് നീഡിലെടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഈ സൂചിയിൽ 10 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട്. നേരത്തെ ആദ്യത്തെ 2 എതളിൽ 6 പ്രാവശ്യമാണ് ചുറ്റിയത്. ഇപ്പം നമ്മൾ 10 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ഈ 2 എതളിനെ കവർ ചെയ്തിട്ടാണ് മൂന്നാമത്തെ എതൾ വരുന്നത്. എന്നിട്ട് നമ്മൾ മറ്റെതളിലൊക്കെ ചെയ്തതുപോലെ ചുറ്റികളെല്ലാം അടുപ്പിച്ച് പിടിച്ച് സൂചി ഒന്ന് ലൂസാക്കിയിട്ട് വലിച്ചെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ കുത്തി ഉറപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ 3 എതൾ കംപ്ലീറ്റ് ആക്കി. ഇനി 4ാമത്തെ എതൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ 3ാമത്തെ എതളിൻ്റെ നടുക്കുന്ന് കുത്തി വീണ്ടും താഴേന്നെടുത്ത് ആ നൂലിൻ്റെ സൈഡിൽ കൂടെ സൂചി കയറ്റി 6 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നു. എന്നിട്ട് ചുറ്റുകളെല്ലാം അടുപ്പിച്ച് സൂചി ലൂസാക്കി വലിക്കുന്നു. എന്നിട്ട് ചോട്ടി കുത്തി ഉറപ്പിക്കുന്നു. ഇങ്ങനെ തന്നെ ചുറ്റുമുള്ള ബാക്കി എതളും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. റോസിൻ്റെ ചെറിയ എതളുകളിൽ തുടങ്ങി വലിയ എതളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കൊടുത്താൽ മതി.
ഇതളുകൾക്ക് കുറച്ചും കൂടെ വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 12 ചുറ്റെടുത്തിട്ട് ചെയ്യും. റോസിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പം നമ്മൾ 15 ചുറ്റെടുത്ത് ചെയ്യും. ഈ റോസ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി അതിൻ്റെ ട്രിക്കൊന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അധികം ടൈമൊന്നും എടുക്കാണ്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പുളിയൻ റോസ് കംപ്ലീറ്റ് ആയി. ഈ റോസ് ഉൾപ്പെടുത്തി നമുക്ക് ബാക്കി നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആക്കാം. ലീഫ് നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റെമ്മും ലീഫും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ മൊട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. മൊട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബുളിയൻ റോസിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് മൊട്ട് ചെയ്യുന്നത്. 3 ഇതളുകൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കൊടുക്കുന്നത് മാത്രം. മൊട്ടിന് കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുളിയൻ റോസ് ചെയ്ത രീതിയിൽ തന്നെ ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ 2 വശത്തേക്കും വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യും.
ഇനി ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്കുള്ള ഡിസൈൻ കംപ്ലീറ്റ് ആക്കും. അപ്പം നമ്മുടെ നെക്ക് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസുകളൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്